ഓഷ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞാൻ നെക്സ്റ്റ് താജിക്കിസ്ഥാനിലേക്ക് പോവാൻ നിൽക്കുവാണ്. അപ്പൊ ഈ ഒരു വണ്ടിയിൽ എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു ഓക്കെ. കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എന്റെ കൂടെ ദേവ് ഉണ്ട്. ദേവ് ഫ്രം മുംബൈ. സോളോ ട്രാവലർ ആണ്. അപ്പൊ നമ്മൾ ഹോസ്റ്റലിൽ മീറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം ഒരുമിച്ച് ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ്. സെയിം യെസ്റ്റർഡേ നമുക്ക് രണ്ടുപേർക്കും താജിക്കിസ്ഥാന്റെ വിസ കിട്ടി. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ താജിക്കിസ്ഥാനിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി പോവാണ്. So let's see. Hopefully we reach there. You have more 15 days to expire your visa, but for me, I have to last day I have to enter before 12 o'clock tonight. I don't know, let's see. So നമ്മൾ ലിഫ്റ്റ് അടിച്ചാണ് പോകുന്നത്. എത്തുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് എത്തിയ അത്രയും നല്ലത്. നമുക്കിത് അടുത്ത വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ട് മറ്റേ വണ്ടി കുറച്ച് ദൂരം ഉണ്ടായല്ലോ. ഇവിടെ ഒരു കൊച്ചു പയ്യനെല്ലാം ഉണ്ട്. കൊച്ചു പയ്യനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ആ പുള്ളിക്കാരൻ ഇവിടെ കൊടുന്നാക്കിയിട്ടുണ്ട്. ആൾ ആ ഒരു ചെറിയ വില്ലേജിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഡെസേർട്ട് പോലത്തെ ഏരിയ ആണ് കേട്ടോ നമ്മളുള്ളത്. ഇനി പോകുന്ന വഴിക്കൊക്കെയും ഇതേപോലത്തെ ഡെസേർട്ട് ഏരിയയിലൂടെയാണ് പോകുന്നത്. ഒരു പച്ചപ്പ് പോലും ഇല്ല, ഫുൾ ഡെസേർട്ട്. ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള മൗണ്ടെയ്ൻസ്, എക്സ്ട്രീം ഡ്രൈ മൗണ്ടെയ്ൻസ് ആണ് കേട്ടോ. കണ്ടോ, ചുറ്റും മൗണ്ടെയ്ൻസ് ആണ്, പക്ഷെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള മൗണ്ടെയ്ൻസ് ആണ്. ഇവിടെ ഒരു വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടോ ലിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നോക്കിയോട്ടെ. You go this way. Okay. Вообще-то из Индии, да? India. Namaste. അയ്യോ, ഒരു ഓട്ടോ ഓടി. കുറച്ചു നേരം നമ്മളവിടെ നിന്നു കേട്ടോ. ആളെവിടേക്കാ പോകണമെന്ന് നമുക്കറിയില്ല. Турист или... Tourist. നോക്കി നോക്കാം എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. ഇവിടെ കടലമിഠായി കഴിച്ചോണ്ടിരിക്കാണ്. ഇവൻ മേടിച്ചാണ്. താങ്ക് യു. അവരും കഴിക്കുന്നത്, ഞാനും കഴിക്കുന്നത്, ആളും കഴിച്ചോണ്ടിരിക്കുക. യു ലൈക്ക് ഇറ്റ്? ഗുഡ്. ഓക്കെ. കുറെ നേരമായിട്ട് ഈ ഒരു ലാൻഡ്സ്കേപ്പിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നും കാണാനില്ല, ഗ്രാമങ്ങളില്ല, വേറെ ഒന്നുമില്ല. ജസ്റ്റ് പോകുന്ന വഴിക്ക് ഈ കുറെ മലകൾ, ഡ്രൈ ആയിട്ടുള്ള മലകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒടുക്കത്തെ ചൂട് വെയിലുമാണ്. ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഭയങ്കര ചൂടാണ്. ഒരു 35 ഡിഗ്രി ഒക്കെയാണ്. കുറച്ച് കഴിഞ്ഞ മാസമൊക്കെ 45 ഡിഗ്രി 46 ഡിഗ്രി ഒക്കെ ആയിരുന്നു എന്നാ പറയുന്നത് കേട്ടെ. നമ്മളിത് ഇവിടെ മഷൂക്ക് എടുത്തിട്ടാണ് പോകുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കിസിക്കുള്ളിലേക്ക്. കാരണം നമുക്ക് ടൈമില്ല. എൻ്റെ വിസ തീരുന്നതിന് മുന്നേ എനിക്ക് എത്തണം. ലിഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ എത്തൂല. ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ ലിഫ്റ്റ് കിട്ടും. രണ്ടുപേരിലപ്പോൾ ലിഫ്റ്റ് എന്തായാലും കിട്ടൂല. ഞാനിത് ഈ മഷൂക്കയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ കാരണമാണ് ഞാൻ മഷൂക്ക് എടുത്തത് തന്നെ. ലിഫ്റ്റ് അടിച്ച് മാത്രമാണ് പോകാറാവുന്നുള്ളതുകൊണ്ട് എനിക്ക് ലിഫ്റ്റ് പോലും കിട്ടാണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ബാക്കിലിരിക്കുന്ന പുള്ളിക്കാരിയാണെങ്കിൽ വന്നിട്ട് മുസ്ലിം ആണോ മറ്റതാണോ കിർഗിസ്ഥാനിലുള്ള ആളല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സെയിം പൈസയിലെ കൊടുത്ത്. എന്നിട്ട് ഇപ്പൊ അവനെ എണീപ്പിച്ചു വിട്ടേക്കുന്നു. ഞാൻ പറഞ്ഞ എണീക്കണ്ട, ഇരിക്കുന്നു. പക്ഷെ അവൻ എണീച്ച്. അവൻ പറഞ്ഞു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എണീച്ച് നിക്കണ്. This is not the right way. It's not right way. It's racism. Because she said, I understand. She said like she's a Muslim and she's from Kyrgyzstan. I understand. You also understand. എന്നിട്ട് പുള്ളിക്കാരി അവൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എണീച്ചിട്ട് ഇപ്പൊ അവൻ എണീച്ച് നിൽക്കും. അതിന്റെ ആവശ്യമില്ല. നമ്മൾ പൈസ കൊടുത്തല്ലേ പോകുന്നത്. ഇപ്പൊ ഒരാള് വയസ്സായ ആളാണ്, നിൽക്കാൻ പറ്റാത്ത ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എണീച്ചു കൊടുക്കും. അത് ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. അത് പിന്നെ ഞാൻ ലിഫ്റ്റ് അടിച്ച് പോയാലോ പൈസ കൊടുത്ത് പോയാലോ ഒക്കെ ഞാൻ പൈസ കൊടുത്തു പറഞ്ഞിട്ട് ഒരാൾ വയ്യാണ്ടിരിക്കുവാണ്, വയസ്സായ ഒരാളാണെങ്കിൽ ഞാൻ എണീച്ചു കൊടുക്കും. ഇത് അങ്ങനെയൊന്നുമല്ല. Sit here. Sit. Don't be idiot. No, it's if they said like politely, we will, and if they can't stand, we can stand. No problem. People need to be polite because if someone put a gun on you, it's not like you have to put a gun on you. Yeah, it's not the right way. No need to. If you are like not doing any illegal things, it's not the right way. That's why. You know, if we are doing any illegal things, we don't have the rights. No, it's not the right way. That's why. അവൻ അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നു. നമ്മളിപ്പോ ആവശ്യമില്ലാത്തൊരു സൈഡിലല്ല വോയിസ് ഞാൻ ഉണ്ടാക്കുന്നത്. അവര് വ്യക്തമായിട്ട് പറഞ്ഞത് മുസ്ലിം അല്ല, അപ്പൊ അതുകൊണ്ട് എണീക്കണം. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ഇത്രയും ദിവസം കിർഗിസ്ഥാനിൽ വന്നിട്ട് ലാസ്റ്റ് ഡേ ഞാൻ വിസ തീർന്ന് എക്സ്പയർ ആവാൻ നേരത്താണ് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്.
ഇത്രയും ദിവസം എനിക്ക് നല്ല എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായത്. അത് ഞാൻ ലിഫ്റ്റ് അടിച്ച് മാത്രമാണ് പോയത്. പക്ഷെ എന്ത് പറ്റിയെന്നറിയില്ല, അവനെ എന്താ ഇഷ്ടപ്പെടായിട്ടോ എനിക്ക് അറിയില്ല എന്താണ്. നമ്മൾ അടുത്ത മഷൂക്ക് എടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനോട് ഞാൻ നിർബന്ധിച്ച് അവിടെ കൊണ്ടിരുത്തിയത്. അവൻ ഭയങ്കര പാവമാണ്, ലൈക്ക് ഓവർ പാവമായിട്ടാണുള്ളത്. അവൻ പറയുക ഇരിക്കണ്ട, നീ പെൺകുട്ടിയല്ലേ ഇരിക്കും. ഞാൻ പറഞ്ഞു അങ്ങനെ പെൺകുട്ടി ആൺകുട്ടീനൊന്നുമില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇരുന്നോളാം, നീ ഇരിക്കുന്നു പറഞ്ഞു. മനസ്സിലായി. അങ്ങനെ ഞാൻ അവനെ പിടിച്ചിരുത്തിയത്. അവൻ പറഞ്ഞു അയ്യോ വേണ്ട, എല്ലാവരും എന്നെ ഇതാക്കും, എല്ലാവരും എന്നെ ശ്രദ്ധിക്കും. അപ്പം ഞാൻ പറഞ്ഞു എന്ത് ശ്രദ്ധിക്കാൻ, നീ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ നിന്നാണ് കേട്ടോ ഞാൻ പോകുന്നത്. 4.5 മണിക്കൂർ പോകാനുണ്ട്. 4.5 മണിക്കൂർ ഞാനിങ്ങനെ നിന്നാ പോകുന്നത്. സമയം ഇപ്പോൾ 9 മണി ആയിട്ടുണ്ട്. സോ നമ്മൾ ബോർഡറിലേക്ക് പോവാണ്. അവിടുന്ന് ആ മഷൂക്കെല്ലാം എടുത്ത് എൻ്റെ കൈയും കാലൊക്കെ ഒടിഞ്ഞ് ടയേർഡായി. കാരണം ഫുള്ള് ഞാൻ എണീച്ചാണ് നിന്ന് ഇവിടെ എത്താറാവുന്നതിൻ്റെ ഒരു 3 കിലോമീറ്റേഴ്സ് മുന്നെയാണ് എനിക്ക് ഇരിക്കാൻ പറ്റിയത്. ഇത്രയും മണിക്കൂർ നിന്ന് നടു ഒടിഞ്ഞ് കാലൊടിഞ്ഞ് അതാണ് അവസ്ഥ. അത് കഴിഞ്ഞിട്ടിപ്പോൾ ഫ്ലാഷ് അടിച്ച് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ താഴേക്ക് നോക്കുമോ, അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണൂല. ഞാൻ ഈ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ബോർഡറിലേക്ക് ഏകദേശം 12 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട്. കുറച്ച് അങ്ങോട്ട് കയറിയിട്ട് വേണം എനിക്ക് ലിഫ്റ്റ് അടിക്കാൻ. 24 മണിക്കൂർ ഓപ്പൺ ആണെന്നാണ് ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ പറഞ്ഞത്. അറിയില്ല, ഇന്ന് വിസ തീരും. അപ്പോൾ 12 മണിക്ക് മുന്നേ തന്നെ കയറണം. ഇപ്പോൾ 9 മണി എങ്ങാണ്ട് ആയിട്ടുണ്ട്. ടൈം ചേഞ്ചസ് വരും. അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുന്നുണ്ട് ടൈമെല്ലാം. നോക്കട്ടെ. നമ്മളിവിടെ ഒരു ടാക്സിയിൽ കയറിയിട്ടുണ്ട്. കാരണം ഈ ഒരു രാത്രി സമയത്ത് നമുക്ക് ഹിച്ചൈക്ക് ചെയ്യാനൊക്കെ കുറച്ച് ടൈം എടുക്കും. I hope 24 hours is open, right? Otherwise, same taxi we will be back. So നോക്കി നോക്കാൻ പോയിട്ട് ഇത്രയും പൈസ കൊടുത്തിട്ട് സാധാരണ പോവാറില്ല. 200 ഇവിടുത്തെ പൈസയാണ് വരുന്നത്. ഇന്ത്യൻ റുപ്പി ചിലപ്പോൾ ഒരു 300 അത്രയൊക്കെ വരുമായിരിക്കും. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇവനുള്ളതുകൊണ്ടും ഈ രാത്രി ആയതുകൊണ്ടും ഞാൻ ടാക്സി എടുത്തത് എനിക്കറിയാം. ഞാൻ ടാക്സി ഒന്നും എടുത്ത് പോകാറില്ല എന്നുള്ളത്. ചിലവ് കൂടുതലാണ്. ഇപ്പോൾ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ചിലവ് കൂടുതലായിരിക്കും. കാരണം നമുക്ക് അവരുടെ കംഫർട്ടബിളും കൂടെ നോക്കണം. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതാണ് സംഭവം. പക്ഷെ നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ ഒറ്റയ്ക്ക് കയറാൻ പറ്റില്ല. അത് വേറൊരു കാര്യമാണ്. എൻട്രി ചെയ്യാൻ വിസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തും ചെയ്യും. 30 ദിവസത്തിനോ വല്ലതും വിസ കിട്ടിക്കഴിഞ്ഞാൽ. പക്ഷെ ഒരു 7 ദിവസത്തിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും നോക്കാം. താജിക്കിസ്ഥാൻ കഴിഞ്ഞിട്ടാണ് അഫ്ഗാനിസ്ഥാൻ്റെ സൗണ്ടൊക്കെ പോയി. കാരണം നല്ല ടയർഡായിട്ടുണ്ട്. എനിക്ക് നല്ല പണിയാണ് കിട്ടിയത്. എന്താ പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. എത്ര നേരം കരയണമായിരുന്നു, എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ബിഷ്കേക്കിൽ ഫ്ലൈറ്റ് എടുത്ത് വന്നത് 7 ദിവസത്തെ ഓണറബിൾ വിസ ആയിട്ടാണ്. അപ്പോൾ 7 ദിവസത്തെ ഓണറബിൾ വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യണം. ബൈ ഫ്ലൈറ്റിൽ തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ബിഷ്കേക്കിൽ വന്നിട്ട് എമിഗ്രേഷനിൽ അവർ റിട്ടേൺ ടിക്കറ്റ് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഉസ്ബെക്കിസ്ഥാനിലേക്ക് ബൈ റോഡാണ് പോകുന്നത്, ബൈ ഫ്ലൈറ്റിലല്ല പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഞാൻ ഉസ്ബെക്കിസ്ഥാൻ്റെ വിസയും കാണിച്ചു കൊടുത്തു. അപ്പം തന്നെ അവർ എനിക്ക് സ്റ്റാമ്പ് ചെയ്തിട്ടാണ് എൻട്രി തന്നത് 7 ദിവസത്തെ. അപ്പം അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഞാനിവിടെ വന്നിട്ട് എക്സിറ്റ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞു എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എംബസിന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു, ലൈക്ക് എമിഗ്രേഷനിൽ. അപ്പോൾ അവർ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല, എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ $200 കൊടുത്തിട്ട് എക്സിറ്റ് ചെയ്യണ വിസ എടുക്കണം. എക്സിറ്റ് ചെയ്യാനുള്ള എക്സിറ്റ് വിസ എന്ന് പറയും. ഈ എക്സിറ്റ് വിസ എടുക്കണം എന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ട് സോമിലാണിത്, ഇവിടുത്തെ കിർഗിസ്ഥാൻ സോമിലാണ് ഇത് ചെയ്യേണ്ടത്. അത് ചെയ്തിട്ട് 7 days എടുക്കും. അതായത് ഇപ്പോൾ 5 working days എടുക്കും. എന്ന് വെച്ചാൽ ഇന്ന് തിങ്കളാഴ്ചയാണ്, ഇനി 4 ദിവസം വെള്ളിയാഴ്ച വരെ, പിന്നെ ശനി ഞായറും, പിന്നെ തിങ്കളാഴ്ച. അപ്പോൾ അത്രയും ദിവസം എടുക്കും. അടുത്ത ആഴ്ച എനിക്ക് വിസ കിട്ടുള്ളൂ. അപ്പോൾ അത്രയും ദിവസം ഓവർ സ്റ്റേ ചെയ്തതിൻ്റെ പൈസയും ഫൈന് അത് എത്രയാണെന്നറിയില്ല. പോരാത്തതിന് ഇന്ത്യക്ക് കിട്ടിയാലും ബൈ റോഡ് എനിക്ക് പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ബൈ ഫ്ലൈറ്റ് ആയിരിക്കും പോകാൻ പറ്റുമോ എന്ന് തോന്നുന്നു. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ആകെ ഇതായിട്ടാണുള്ളത്. അന്ന് അവർ ഉസ്ബെക്കിസ്ഥാൻ്റെ വിസ കാണിച്ചു കൊടുത്ത സമയത്ത് അവർ പറയുവാണ് ഞങ്ങൾക്ക് റിട്ടേൺ ടിക്കറ്റ് കാണണം, ബൈ റോഡ് നിങ്ങൾക്ക് ഈ വിസ വെച്ചിട്ട് 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈ ഫ്ലൈറ്റ് മാത്രം എക്സിറ്റ് ചെയ്യാൻ പറ്റും, ഏത് രാജ്യത്തേക്കാണെങ്കിലും ബൈ റോഡ് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമായിരുന്നെങ്കിൽ ഞാനത് അപ്പം തന്നെ എന്തെങ്കിലും ചെയ്തേനെ. പക്ഷേ ഇമിഗ്രേഷനിൽ അവരതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെയാണെങ്കിലും ട്രാൻസ്ലേറ്റിലാണ് ഞാൻ ഇവരോട് സംസാരിക്കുന്നത്. ട്രാൻസ്ലേറ്റ് സംസാരിക്കുമ്പോൾ ഭയങ്കര ഇതാണ്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഓവർ സ്റ്റേ ചെയ്യണതും ഇങ്ങനെ എനിക്ക് ഒരു രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്തേക്ക് വിസ കിട്ടാതെ പോകാൻ പറ്റാത്തതും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര
കൊണ്ട് ഭയങ്കര വിഷമം. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ എമിഗ്രേഷൻ്റെ അവിടെ നിന്ന് ഒരു ട്രക്കിൽ ലിഫ്റ്റ് അടിച്ചിട്ട് ഞാൻ ഇനിയിപ്പോൾ ബിഷ്കേക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിഷ്കേക്കിലേക്ക് ഇവിടുന്ന് 1000 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് ഓഷിലേക്ക് തന്നെ ഒരുപാടുണ്ട്. ഞാൻ ഇത്രയും കിലോമീറ്റർ 150 കിലോമീറ്റർ ഇന്ന് രാവിലെ മുതൽ ഇരിക്കാണ്ട് ഞാൻ നിന്നിട്ടൊക്കെ ഇങ്ങോട്ട് വന്നത്. പാതിരാത്രി നട്ടപ്പാതിരയ്ക്ക് ഞാനിത് അവിടെ നിന്ന് ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി പോവാണ്. ലിഫ്റ്റ് കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ആ വണ്ടിയിലാണ് ഞാൻ വന്നത്, ട്രക്കിൽ. അത് ആൾ ഓഷിലേക്ക് പോകണമായിരുന്നു. ഓഷിലേക്ക് പോകാനായിട്ട് ആൾ ടയേർഡായതുകൊണ്ട് ആൾക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്രാവൽ ചെയ്യുന്നില്ല, വണ്ടി നിർത്തിയിട്ട് ഉറങ്ങുവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ട്രക്കിൽ ഇരിക്കാനും കിടക്കാനും ഒന്നിനും സ്ഥലമില്ല. അതിൽ ഫുൾ സാധനങ്ങളാണ്. എൻ്റെ ബാഗിനായിരിക്കണ സീറ്റിൽ വെച്ചാലേ അയക്ക് കിടക്കാൻ പറ്റുള്ളൂ. ബാഗ് അല്ലെങ്കിൽ ഞാൻ മടിയിൽ വെച്ചിട്ട് ഞാൻ ഇരിക്കേണ്ടി വരും. അത് ഇരട്ടി പണിയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നട്ടപ്പാതിരയ്ക്ക് ലിഫ്റ്റ് അടിക്കാൻ കേട്ടോ. എനിക്കറിയില്ല ഈ രാത്രി ആൾക്കാരെങ്ങനെ ലിഫ്റ്റ് തരുമോ. ഞാൻ എവിടുന്ന് വന്നു, ഞാൻ എന്ത് ചെയ്യുക, എനിക്ക് ലിഫ്റ്റ് തരണോ, അങ്ങനെയൊക്കെ ആലോചിക്കൂലേ. ഒരു കാറും എല്ലാം കിട്ടിയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു, പെട്ടെന്ന് എത്തായിരുന്നു. 350 കിലോമീറ്ററോളം ഉണ്ട് അവിടുന്ന്. ഇപ്പോൾ പകുതി കിലോമീറ്റർ ആയിരുന്നു. ഒരു 150 കിലോമീറ്റർ കൂടെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. എനിക്കറിയില്ല ഇനി ഇന്നത്തെ ദിവസം അല്ല, എനിക്ക് എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അത്രയും ഞാൻ ഇന്ന് കഷ്ടപ്പെട്ട്. എനിക്ക് ഇത്രയും വേദന, നെഞ്ചുവേദന എടുത്ത് ഞാൻ കരയണമായിരുന്നു. നെഞ്ചുവേദന എടുത്ത് ഞാൻ കരയുമായിരുന്നു. ഇത്രയും ഒരു അവസ്ഥ ഇങ്ങനെ ഓവർ സ്റ്റേ ചെയ്തത്, വിസ ഒരു കൺട്രിയിൽ വന്നിട്ട് എനിക്ക് എക്സിറ്റ് ചെയ്യാതിരിക്കേണ്ട ഒരവസ്ഥ, ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ. അത് യാത്ര ചെയ്യുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഈ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് യാത്ര ചെയ്യുമ്പോൾ എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്നറിയോ. മിനിമം ഒരു 10 രാജ്യമെങ്കിലും പോയ ആളുകൾക്കറിയാം ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് പോകുമ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ട്. ആൾക്കാരുടെ ഡിസ്ക്രിമിനേഷൻ ആയാലും റേസിസം ആയാലും ഓരോ ബുദ്ധിമുട്ടുകളായിട്ട്. ഞാനിപ്പോൾ ഇവിടെ തന്നെ നിന്ന് ലിഫ്റ്റ് അടിക്കുകയാണ് കേട്ടോ. എനിക്കറിയില്ല, ഒരു ഇറക്കം പോലൊരു സ്ഥലമാണ്. പെട്ടെന്ന് വണ്ടി വരുമ്പോൾ കാണുമോ, വണ്ടികൾ തന്നെ കുറവാണ്. എനിക്കിതാ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ട്, പക്ഷെ ഓഷ് വരെ ഇല്ല. ഇവിടെ അടുത്തുള്ള ഏതോ സ്ഥലം വരെ ഉള്ളൂ. താങ്ക് വരാൻ കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് അവർക്ക് വണ്ടി ഓടിക്കുന്നത് കാണാൻ പറ്റില്ല. ഞാൻ ഫ്ലാഷ് ഇട്ടിട്ടാണ്. എനിക്കറിയില്ല, എനിക്കത് പറയാൻ പോലും പറ്റുള്ളതാണ്. കുറച്ച് കഴിഞ്ഞ് കുറച്ച് ദൂരം, അത് കഴിഞ്ഞിട്ട് അടുത്ത വണ്ടി ലിഫ്റ്റ് അടിക്കണം. ഓഷിലേക്ക് ഒരൊറ്റ വണ്ടി കിട്ടിയിരുന്നത് നല്ലായിരുന്നു. കുറേ വണ്ടിയിലെല്ലാം ലിഫ്റ്റ് അടിച്ച് ഞാനിതാ ഒരു വണ്ടിയിലെത്തി ഇറങ്ങിയിട്ട് ഉണ്ടിട്ടാ. ഓഷ് ഓഷ് 2 കിലോമീറ്റർ. ഓക്കെ, ആ പുള്ളിക്കാരൻ 2 കിലോമീറ്റർ പോകുന്നുണ്ട് എന്ന് പറയുന്നു കേട്ടോ. അപ്പം ഞാൻ 2 കിലോമീറ്റർ ആ വണ്ടിയിൽ പോവാണ്. എത്ര നേരം ഒരു വണ്ടിയിൽ തന്നെ വന്നത്. അയാൾ പിന്നെ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ഞാൻ ദേഷ്യം വന്നിട്ട് ഇറങ്ങി. എന്തോ മോശമായിട്ട് പറയണ പോലെ തോന്നി. ഞാൻ ഇന്ന് രാവിലെ വരെ ലിഫ്റ്റ് അടിച്ച് രാവിലെയാണ് ഞാൻ ഹോസ്റ്റലിൽ എത്തി. ഹോസ്റ്റലിൽ 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്ത്. അതുവരെ ഞാൻ അവിടെ ഹാളിൽ ഇരുന്നുറങ്ങി. ലാസ്റ്റ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു ആ സെയിം ഹോസ്റ്റലാണ്, നല്ല ഹോസ്റ്റലായിരുന്നു. അപ്പോൾ ഇപ്പം ഞാനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി അതിൻ്റെ കുറേ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പോൾ 10-30,000 രൂപ ഫൈൻ കൊടുത്താലാണ് എനിക്ക് പോകാൻ പറ്റുള്ളൂ. അത് ഒരു ദിവസം നിന്നാലും 10 ദിവസം നിന്നാലും 1 മാസം നിന്നാലും ഒരേപോലെയാണ്. അപ്പോൾ അതിന് കുറേ കാര്യങ്ങൾ ചെയ്യണം. ഇനിയിപ്പോൾ പൈസ ATM എടുക്കണം. ഇപ്പം ഞാൻ ടാക്സിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, കഴിഞ്ഞ ദിവസം ഞാൻ വേറെ ഹോസ്റ്റലിൽ നിന്നപ്പോൾ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടായിരുന്നു. Hi, how are you? Hi, I'm fine. I'm not fine, I'm not good. I'm fucked up. You're fine, it will work out somehow. Yeah. So, പുള്ളിക്കാരൻ പോളണ്ട് ആണ്. ജാൻ or Yan? In Poland it's pronounced Jan. Jan. Okay, അതായത് JAN ആണ്. So, Jan is good for me, I think. Yeah. In my place, Jan is like life. Life? Yeah, if someone has a girlfriend or boyfriend, he's my Jan, like that. People say, you know, think he's my life, like that. Yeah, so Jan is good. So നമ്മൾ ഭയങ്കര കമ്പനി ആയിരുന്നു അവിടെ ഹോസ്റ്റലിൽ. പിന്നെ അതിന് ശേഷം പിന്നീട് പോളണ്ട് മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ വീണ്ടും മീറ്റ് ചെയ്യേണ്ടി വന്നു. You already been to Kerala, right? Yeah, I've been 2 times already. 2 times. I have family in Kerala. Yeah, he have a family in Kerala. So, like your father's sister married a Kerala guy. Yes. Yeah, Kerala. Don't say Hindu guy, Kerala guy. Kerala guy. Yeah, Kerala guy. Ava Hindu guy nu parayum. So how is Kerala? You like it? Yeah, I love it. So in Kannur?
Yes, in Kannur. In Kannur. So ഞാൻ ഇവന്റെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ഒക്കെ കണ്ടു. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ സ്റ്റാമ്പ്. You show me the passport. Yeah. The stamp. You like the food? What do you like in Kerala? In Kerala, I think the ocean and the people there were really nice. Okay. Of course, it was crowded and stuff, but Yeah. everybody was so nice. പീപ്പിൾ എല്ലാം അടിപൊളിയാണെന്ന് പറയുന്നത്. കാരണം കണ്ണൂർ ആയതുകൊണ്ട് തന്നെ ലൈക്ക് കുറെ കടലിന്റെ അടുത്താന്ന് തോന്നുന്നു എന്റെ കസിന്റെ വീട്. സോ when you will come again to Kerala? Maybe next winter or 2 years from now. Okay. We have to figure it out to have a big family spend. So 20 people or more come to Kerala from all around the world. Oh wow, that's nice. അവരുടെ എല്ലാ കുടുംബത്തിലെ ഫാമിലിയും കൂടെ ചേർന്നിട്ട് 10-20 പേര് കേരളത്തിലേക്ക് വരാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് വിന്ററിൽ അല്ല അത് കഴിഞ്ഞിട്ടുള്ള വിന്ററില എന്ന് പറയുന്നത് കേട്ടോ. കാരണം വിന്ററിൽ ഇവർ ഒരുപാട് ട്രാവൽ ചെയ്യും, ഭയങ്കര തണുപ്പായതുകൊണ്ട്. സോ അവനും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ നിൽക്കുന്ന സെയിം ഹോസ്റ്റലിൽ അവനും വന്നിട്ട് സ്റ്റേ ചെയ്തു. അപ്പൊ എനിക്ക് എന്തായാലും 7 days എടുക്കും, 5 working days എടുക്കും ഈ പേപ്പർ കാര്യങ്ങളൊക്കെ റെഡി ആവാനായിട്ട്. അപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് let's see, I don't know what they gonna tell. They will ask a bribe or what. I have no idea. Now I have to spend lots of money, dollars, home, everything. Let's see. ഇടി വെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിക്കാന്നോ അങ്ങനെ എന്തോ കേട്ടിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഞാൻ. എൻ്റെ സമയം തീരെ ശരിയല്ല, സത്യമായിട്ട് ശരിയല്ല. എന്താണെന്നറിയില്ല. ഞാൻ പോയത് ടാക്സിക്ക് എടുത്ത് 100-300 രൂപ കൊടുത്തിട്ട് ഞാൻ പോയത്. ടാക്സി എടുത്ത് പോയത് ട്രാഫിക് പോലീസിലാണ്. അത് അവിടെ ലൈസൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവിടെയല്ല. ഞാൻ ഓൾറെഡി അത് പണി കിട്ടാതിരിക്കാൻ അവിടുത്തെ ഹോസ്റ്റലിൽ അവരോട് ചോദിച്ചപ്പോൾ അവരാണ് എനിക്ക് കാണിച്ചു തന്നിട്ട് ഞാൻ ടാക്സി ബുക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ടിപ്പോൾ അവിടെ നിന്ന് വീണ്ടും അടുത്ത ടാക്സി എടുത്ത് ഒരു സ്ഥലത്തേക്ക് വന്നേക്കുവാണ്. ഇപ്പോൾ ഇവിടെയാണെന്ന് തോന്നുന്നു. ഇവിടെ ഞാൻ പോലീസ് സ്റ്റേഷൻ തപ്പിക്കൊണ്ടിരിക്കുക. ഇവിടെ വരാൻ വീണ്ടും 500 രൂപയായി. 500 എന്ന് പറഞ്ഞാൽ 500 ഇവിടുത്തെ പൈസ. അപ്പോൾ 1000-600 രൂപയാവും. അപ്പോൾ ഇപ്പം തന്നെ ഒരു 1000 രൂപ എക്സ്ട്രാ പൊട്ടി. ഇനി 10-30,000 രൂപ ഞാൻ കൊടുക്കണം. എല്ലാം കൊണ്ടും ഞാൻ മുഞ്ചി തെറ്റിയിരിക്കുകയാണ്. again 3 times. വീണ്ടും മൂഞ്ചി. അവിടെ വന്നപ്പോൾ അത് വിസേൻ്റെ ഇത് ലൈക്ക് വിസ ഇപ്പം ഇങ്ങനെ നമ്മളെ ഏജൻസി പോലത്തെ സംഭവമാണ്. നമ്മൾ പോലീസ് സ്റ്റേഷനാണ് ചോദിച്ചത്. but the guy mislead us. He asked the police station, he just gave the visa procedure agency. നമ്മൾ പോലീസ് സ്റ്റേഷൻ ചോദിച്ചു. കാരണം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് അത് ചെയ്യേണ്ടത്. എന്നിട്ടിപ്പോൾ വീണ്ടും ഇനി അടുത്ത ടാക്സി എടുത്തിട്ട് അങ്ങോട്ട് പോവാണ്. How many taxis? ഒന്നും തിന്നിട്ട് പോലും. ഇപ്പം ഇവിടെ വന്നിട്ട് ഒരു എന്തോ ഒരു സാധനം, കേക്ക് പോലത്തെ ഒരു കപ്പ് കേക്കും എന്തോ ഒരു സാധനം. നോട്ട് ഗുഡ്. അതെ, നോട്ട് ഗുഡ്. പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തിന്നാണ്. വീണ്ടും നമ്മളെ പരീക്ഷിക്കുകയാണോ എന്നറിയില്ല. അവൻ ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരെണ്ണം മിലിറ്റിയാന്ന് പറയുന്നത് പോലീസിയാന്ന് പറഞ്ഞ് കാണിച്ചത്. അതവിടെ ഹോസ്റ്റലിൽ കാണിച്ചപ്പോൾ അവർ അതല്ലെന്ന് പറഞ്ഞു. അങ്ങനെ 4 പ്രാവശ്യമായി. 4 times now. 4 times. Right now no taxi, walking inside the park. 4ാമത്തെ വട്ടമാണ് ഞാൻ ഇതാവുന്നു. ഒറ്റയ്ക്കായിരുന്നു എനിക്ക് വട്ടായ. അവൻ്റെ ഉൾക്കൊണ്ട് ഞാൻ ഇങ്ങനെ ചിരിച്ച് നിൽക്കണമെന്നുള്ളൂ. എൻ്റെ മനസ്സിൽ തീയാണ്. ഞാൻ കിടന്ന് കത്തുവാണ് കേട്ടോ, സീരിയസ്ലി. ഇനിയിപ്പോൾ ലാസ്റ്റ് അത് ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ എത്തിയിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ഞാനൊന്നും ചെയ്യണേ. എന്നെക്കൊണ്ട് വയ്യ, നല്ല ക്ഷീണുണ്ട്. അപ്പോൾ ഇത് കുടിക്കാൻ നിൽക്കുവാണ്. നമ്മൾ കുറേ നേരമായിട്ട് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളത് കുടിക്കാൻ വേണ്ടി. Did you try before this? No. So this one you like it? Yeah. Okay. It's famous in my country. Feels like Poland. പോളണ്ട് ഇതാണെന്നാണ് കേട്ടോ പറയുന്നത്. പോളണ്ടിൽ ഇതുപോലത്തെ സിമിലർ ആയിട്ട് ബ്രെഡ് വെച്ചുണ്ടാക്കി എന്തുണ്ടെന്നാണ് പറയണത്. ഇതെന്താണെന്ന് അറിയില്ല. ഇത് തീർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നല്ലതായിരിക്കും. ഇത് 3 കളറിൽ എപ്പോഴും കാണും കേട്ടോ, ഒരേപോലെ കാണാൻ പറ്റും. യെസ്, താങ്ക് യു. It's good. It's like iron with a soda yogurt. I like it. Yeah, it's good. It's good. You did you like? It's fine. I only like iron or kefir. You don't like? That's why. If you don't like iron, it's not good. Oh, just around. It is refreshing. Yeah, refreshing. Yeah. Thank you, Ramat. It's good. നമ്മൾ ലാസ്റ്റ് 5 സ്ഥലത്ത് ടാക്സി എടുത്ത് പോയി, 2 സ്ഥലത്ത് നടന്നും പോയിട്ട് നമ്മൾ ഫൈനലി ഇത് കണ്ടുപിടിച്ചു. നമ്മുടെ പോലീസ് സ്റ്റേഷൻ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ പ്രോട്ടോക്കോളിനുള്ള പേപ്പേഴ്സൊക്കെ റെഡിയാക്കി ഇന്ത്യൻ എംബസിയിലുള്ള ആളുകൾക്ക് അയച്ച് അതിനുശേഷം നമ്മൾ ഇത് ചെയ്ത്
എന്താ പറയുക, പൈസ എല്ലാം ഞാൻ ഇന്ത്യൻ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു. ഏകദേശം ഒരു 30,000 രൂപയുടെ പണി കിട്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇനി ബാക്കി ഒരു $250 ഉണ്ട്, അതും കൂടെ അയക്കണം. 3 days കിട്ടുവാണെന്നുണ്ടെങ്കിൽ $700, ഒരാഴ്ചയിൽ കിട്ടുവാണെങ്കിൽ 250 പ്ലസ് 8,000. പിന്നെ അങ്ങനെ ഓരോന്നിനും ഓരോ പൈസ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. ഇതാണ് അവസ്ഥ. അങ്ങനെ ഒരു 30,000 രൂപയുടെ പണി ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ രാജ്യത്ത് നിന്ന് കിട്ടി. ഫ്ലൈറ്റ് എടുത്താൽ പോലും അത്ര ആവൂലായിരുന്നു. പക്ഷെ വേറെ എന്ത് ചെയ്യാനാ, my time is not good, that's what I'm saying. Like I fucked up many times yesterday again, and lots of money, losing money, but it's okay. Yeah, it's okay. Maybe something good will come later, that's why now I'm struggling. കുറേ പൈസ നാശനഷ്ടമാണ്. ഇനിയിപ്പോൾ 7 ദിവസം ഇവിടെ താമസിക്കണം. അപ്പോൾ അതിന് വീണ്ടും ഞാൻ പൈസ ഇപ്പോൾ ATM പോയിട്ട് എടുക്കണം. ATM പോയിട്ട് എടുത്തിട്ട് വേണം. ഇന്ന് ഹോസ്റ്റലിൽ കൊടുത്തു, ഓരോ ദിവസം ഹോസ്റ്റലിലും, പിന്നെ ഇപ്പോൾ ഭക്ഷണം കഴിക്കണേനും അങ്ങനെ എല്ലാത്തിനും ചിലവായിപ്പോയി. നമ്മൾ രണ്ടുപേരും കുറേ നടന്ന് we walked a lot and finally we find wherever we go it's already closed and they have only somsa. You don't want to eat somsa, right? Oh, I don't want to. It's only Samsung. Yeah, I don't also want to eat somsa. So നമ്മളിത് ഫൈനലി ഗുലാഷ് പറഞ്ഞിട്ടുണ്ട്. ഗുലാഷ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു മുന്നേ കഴിച്ചപ്പോൾ. റൈസ്, വേറെ എന്തൊക്കെയോ ബീഫ്. ഇറ്റ്സ് ബീഫ്, റൈറ്റ്? Yeah, I think it's all pork. Pork? Pork or beef? No, here they don't have pork. Like they don't eat pork. You don't. It's a beef. Yeah, it's a beef. What is this? In Polish it's called kasha, but I don't know how it's called in English. Yeah, the mashed potato, ഇതെല്ലാം കൂടെ ആയിട്ടുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് ലോക്കൽ ഫുഡ്സ് എല്ലാം കിട്ടിയത്. അവൻ പറഞ്ഞിട്ടുള്ളത് ഇറ്റ്സ് ലുക്സ് മോർ ഗുഡ്. ഇത് ലഗ്മെൻ എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ടേസ്റ്റിയാണ്, ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഷെയർ ചെയ്ത് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച്. ഇനി ഹോസ്റ്റലിൽ നിന്ന് ഞാൻ ഇവിടുന്ന് വേറെ എങ്ങോട്ടേലൊക്കെ ഇറങ്ങുവാണ്. അടിപൊളി ഹോസ്റ്റലായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ 10,000 ഫൈന് മാത്രം അടച്ചു. അതിനുശേഷം ഫൈനെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ അല്ലാത്ത എക്സ്പെൻസ് എല്ലാം കൂടെ വന്നിട്ടുണ്ട്. എനിക്കറിയില്ല ഇനിയിപ്പോൾ എത്ര പൈസ കൊണ്ട് ചിലവാകും എന്നുള്ളത്. ഇനി 7 ദിവസം വെയിറ്റ് ചെയ്യണം. അപ്പോൾ 7 ദിവസത്തെ ഫുഡ്, അക്കോമഡേഷൻ, അത് മറിച്ചത് എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടെ നോക്കിയിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇവിടുന്ന് ഇനി എവിടെ കാണും പോലും എനിക്കറിയില്ല. എന്തായാലും വിസ കിട്ടണവരെ എനിക്ക് എവിടെയൊക്കെ ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഏതെങ്കിലുമൊക്കെ സൈഡിലേക്ക്. ഈ സൈഡാണെങ്കിൽ ഞാൻ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ സൗത്ത് സൈഡിലേക്ക് ട്രാവൽ ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നെ ഈസ്റ്റ് സൈഡിലേക്ക് വല്ലതും പോകാമെന്ന് വിചാരിക്കുന്നത്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.